പ്രിയപ്പെട്ടവരെ, നമ്മളുണ്ടാക്കിയ പയറിൽ കുറച്ച് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മരത്തിൽ നിന്ന് ഉണങ്ങിയപ്പോൾ നമ്മളതൊക്കെ പൊട്ടിച്ചെടുത്ത് ആ ഉണങ്ങിയ പയർ ഇങ്ങനെ തൊലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പയറിൻ്റെ മണി ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാ നോക്ക്, ആക്കൂടെ ഞാനതിങ്ങനെ തൊലിച്ച് ഇങ്ങനെ എടുക്കണുണ്ടപ്പോൾ ഓർക്കൊരു പൂതി, ഞങ്ങളും തൊലിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇത് എങ്ങനെ എന്താണെന്നുള്ളത്. അപ്പോൾ ഓരിങ്ങനെ ഓരോന്ന് ചോദിക്കും. അങ്ങനെ അവർ ചോദിക്കുന്ന സമയത്ത് നിർബന്ധമായി നമ്മളതിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം അവർ അത്രയും ആഗ്രഹത്തോടു കൂടി ചോദിച്ചിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ നിരുത്സാഹപ്പെടുത്തിയാൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ അവരുടെ കൂടെ എപ്പോഴും നമ്മൾ കൂട്ടണം, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാലും അവരും ഇതേപോലെ കൃഷിയിൽക്കും പ്രകൃതിയോടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഇടപഴകുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ പയർ വിത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കണം. അതിൻ്റെ മുന്നേ ഇതിൽ നല്ല ചെറുതും അതുപോലെ ഇങ്ങനെ പൊട്ട് ഇങ്ങനെ കിളികൾ കൊത്തിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് ബാക്കി നല്ലൊരു ട്രയൽ ഇങ്ങനെ വെച്ചിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കാണ്. നല്ല വെയിലും ഉണ്ട്, നല്ലൊരു ഉണക്കം ഉണങ്ങിയ ശേഷം നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഈ ഒരു വിത്ത് നടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ നമ്മൾ പുതിയ വീഡിയോസ് ഇട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.